ഹലോ ഫ്രണ്ട്സ്, സാധാരണ നമ്മൾ വാലൻറ്റൈൻസ് ഡേക്ക് പരസ്പരം ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്, നമ്മൾ കൈമാറാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് ഞാനങ്ങനെ ഗിഫ്റ്റൊന്നും സെറ്റ് ചെയ്തില്ല. പിന്നെ വാലൻറ്റൈൻസ് ഡേ അല്ലേ, എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ ഒരു ഡയറി മിൽക്കൊക്കെ മേടിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡയറി മിൽക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ, എനിക്കും ചോക്ലേറ്റ് കിട്ടിയായിരുന്നു, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇവിടെ വെച്ച് ഇത് കഴിഞ്ഞു, ഒന്നും കൊടുത്തില്ല എന്നുള്ളൊരു ഇത് വേണ്ടല്ലോ എന്നോർത്ത് ഞാനത് അവിടെ ഞാൻ പാസ്സാക്കിയതായിരുന്നു. പക്ഷേ എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ചേട്ടൻ എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഞാൻ പെർഫ്യൂമാണ്. എൻ്റെ ഇതിന് മുമ്പത്തെ വ്ളോഗ് നോക്കിയാലും അറിയാം, എനിക്കൊരു പെർഫ്യൂം അത്ര വലിയ ക്രേസ് അല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. അതും പ്രത്യേകിച്ച് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള പെർഫ്യൂംസിൻ്റെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ചേട്ടാ ഒരു പെർഫ്യൂം, നമ്മുടെ പഴയ പെർഫ്യൂം തീരാറായിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ചേട്ടാ വാലൻറ്റൈൻസ് ഡേക്ക് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫ്യൂമാണ് ചേട്ടാ ഗിഫ്റ്റ് ചെയ്തത്. പറഞ്ഞിരിക്കാൻ വയ്യ, ഇപ്പോൾ ഈ കാണിക്കുന്നതില്ലേ, ഒരു 7-8 വർഷം മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഈ സെയിം സ്മെല്ല് ഇത് തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഓർക്കുന്നില്ല. ഒരു ബ്ലാക്ക് കളർ കുപ്പിയായിരുന്നു. പക്ഷേ അത് ഏതാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറേ നാൾ ഞാനത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം വരെ ഞാൻ ആ കുപ്പി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സെയിം സാധനം കിട്ടണം, മേടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാനത് ഉപേക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ഒരു 7-8 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിൽ ഞാൻ അന്വേഷിക്കുന്ന സെയിം സ്മെല്ലുള്ള എനിക്ക് ഏത് ബ്രാൻഡോ എന്തോ അതൊന്നും നല്ല ഇഷ്ടം, പക്ഷേ ഞാൻ അന്വേഷിക്കുന്ന സെയിം ഐറ്റം എനിക്ക് തന്നു. അതിലേക്ക് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു, ലവ് യു ചേട്ടേ, ബൈ.